ബാലരാമപുരത്തെ ദേവുവിന്റെ കൊലപാതകത്തിലെ ചില പുതിയ നീക്കങ്ങൾ. ശംഖുമുഖത്തുള്ള പുട്ടസ്വാമി എന്നറിയപ്പെടുന്ന SP കുമാർ എന്നയാളെ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തു. ഇയാളൊരു പൂജാരിയാണ്, ഇയാൾ ജ്യോത്സ്യനാണ്. ശംഖുമുഖം ദേവിദാസൻ എന്നാണ് അറിയപ്പെടുന്ന ഇയാൾ അറിയപ്പെടുന്ന കരിക്കകത്തെ ഒരു ജ്യോത്സ്യൻ തന്നെയാണ്. വളരെയധികം ആൾക്കാർ ഇയാളുടെ അടുത്ത് ജ്യോത്സ്യം കാര്യത്തിന് വേണ്ടി പോകും. ഇയാൾ നേരത്തെ ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു, പിന്നീട് ഇയാൾ ഒരു കാഥികനായി, പിന്നെ ഇയാൾ ചില മുട്ടക്കച്ചവടമൊക്കെ തുടങ്ങി. ഇപ്പം അയാൾ അറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യൻ തന്നെ. അയാളെ പുട്ടസ്വാമി എന്ന് വിളിക്കും, പൂജാകർമ്മങ്ങൾ ചെയ്യും. ഈ കുടുംബം ബാലരാമപുരത്തെ ഈ ശ്രീജിത്ത് ശ്രീധു കുടുംബം ഇയാളെ ആശ്രയിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾ ആ വീട്ടിൽ വന്ന് പൂജ നടത്തും. ഈ കഴിഞ്ഞ ദിവസം ശ്രീജിത്തിന്റെ പിതാവ് മരിച്ചപ്പോഴും അതിന്റെ കർമ്മങ്ങളൊക്കെ ഇയാൾ വന്ന് ചെയ്തിട്ട് പോയി. ഇയാള് വളരെ തിരക്കുള്ള ഒരു ജ്യോത്സ്യനാണ്. ഇയാൾക്ക് ഇടയെടുത്ത് ധാരാളം പേരുകൾ എത്തും. ഈ വീട്ടിലെ 30 ലക്ഷം രൂപ അടിച്ചു മാറ്റിയത് അങ്ങനെ ഒരു പരാതി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തെങ്കിലും അത് അടിച്ചു മാറ്റിയത് ഈ പൂജാരിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ പരാതി കൊടുക്കുന്നത്. ഈ മരിച്ച കുട്ടിയുടെ അമ്മയും സഹോദരൻ അരികുമാറും അവർ ഇയാളെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഉണ്ടായ കഷ്ടനഷ്ടങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം ആ രണ്ടാമത്തെ കുട്ടി ഇപ്പം കൊലപ്പെടുത്തിയ കുട്ടി ജനിച്ച ശേഷമാണ് എന്ന് ഇയാൾ പൂജയിലും പ്രശ്നം വെച്ചും പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അപ്പൊ അയാൾ ഒരു അബേട്ടറായെന്നേ പറയാൻ ഒക്കുള്ളൂ, അയാളെ വിടാൻ ഒക്കില്ല. ഇതുപോലെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പൂജാരിമാർ അവർക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ വഴിതെറ്റിച്ച് പണമടിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. 30 ലക്ഷം രൂപ ഇവരെന്ന് ഇയാൾ അടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അതിനെ സംബന്ധിച്ച് നേരത്തെ ഒരു കേസ് പെറ്റീഷൻ പേട്ട പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ശ്രീധു പേട്ട പോലീസ് സ്റ്റേഷൻ കൊടുത്ത പരാതിയിൽ ഇയാൾ അവരെ പറ്റിച്ച് 30 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നാണ്. കരിക്കകത്തെ വലിയ ജ്യോത്സ്യനാണ് ഇയാള്. ആ 30 ലക്ഷം രൂപ മാത്രമല്ല, ഇവർ സാമ്പത്തികമായി തകരുന്നതിന്റെ മുഴുവൻ കാരണങ്ങളും ഇതുപോലെയുള്ള ആഭിചാരക്രിയയ്ക്ക് പണം കൊടുക്കുകയും അതിനുവേണ്ടി നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ശ്രീധു അവർ മുട്ടയടിച്ചിട്ടുണ്ട് തല. അത് ഇയാളുടെ ആവശ്യപ്രകാരമായിരുന്നു എന്നാണ് പറയുന്നത്. ആ കുഞ്ഞിന്റെ തലയും ഇതുപോലെ മുട്ടയടിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ കുഞ്ഞ് ജനിച്ച ശേഷമാണ് ഇവർക്ക് അനർത്ഥങ്ങളെല്ലാം ഉണ്ടായതെന്നും ഇവർ സാമ്പത്തികമായി തകർന്നതുമെന്നും ഇയാൾ പറഞ്ഞു വച്ചിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കൊലപാതകം എന്ന് പറയേണ്ടി വരും. ഏതായാലും നെയ്യാറ്റിൻകര DYGP ഷാജിയെ ഇന്നലെ ഞാൻ അഭിനന്ദിച്ച് പറഞ്ഞു. ഇന്ന് അതിലും വെറ്ററനായ ഒരു ഇൻവെസ്റ്റിഗേറ്റർ അവിടെ കണ്ടു ഞാൻ. അത് തിരുവനന്തപുരം റൂറൽ SP സുദർശനാണ്. സുദർശൻ ധാരാളം കേസുകൾ ഇതുപോലെയുള്ള കോംപ്ലിക്കേറ്റഡ് കേസുകൾ അന്വേഷിച്ച ഒരു SP ആണ്. അദ്ദേഹത്തിന് SP ആയിട്ട് IPS കൊടുത്തു. അദ്ദേഹം ട്രിവാൻഡ്രം റൂറൽ SP ആണ്. അദ്ദേഹം ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന കണ്ടു. ഏതായാലും നല്ലൊരു ടീം അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ചുരുള് ഇവർ അഴിക്കും, അതിന് യാതൊരു സംശയവുമില്ല. നല്ല കഴിവുറ്റ പോലീസ് ഉദ്യോഗസ്ഥനാണ് സുദർശൻ. അദ്ദേഹം ഇപ്പൊ അവിടെ വന്ന് അവരെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ദുരൂഹതയിലേക്ക് ഇവർ സഞ്ചരിക്കണം, അതിന് സമയമെടുക്കും. പലരെയും വിളിച്ച് കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. ഇപ്പം പൂജാരിയെ ജ്യോത്സ്യനെ അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അയാളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ട്. ഇവരെ സാമ്പത്തികമായി തകർന്നതിന്റെ കാരണം അയാളാണ്. അതിന് പേട്ട പോലീസ് സ്റ്റേഷൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇവരുടെ എല്ലാ കാര്യങ്ങളും നിർദ്ദേശിക്കുകയും വന്ന് പൂജ നടത്തുകയും ചെയ്യുന്ന ഇതാണ്. ഇതിനകത്ത് ദുരൂഹമായ ചില കാര്യങ്ങളുണ്ട്. ഈ പൂജയുടെയും ഇതുപോലെ ആഭിചാരക്രിയയുടെയും ഭാഗമാണ് ഫയർ, തീയെ. അതവിടെ തീ കൊണ്ട് അവിടെ കളിച്ചിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് തൊട്ടു മുമ്പ് ആ ഹരികുമാർ എന്ന അങ്കിള് അമ്മാവൻ അയാൾ കിടന്ന കട്ടിൽ കത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ആഭിചാരക്രിയയുടെയും ഇതുപോലെയുള്ള ജ്യോത്സ്യന്മാരുടെയും ചില നീക്കങ്ങളുടെ ഉപദേശങ്ങളെ വരെ ചെയ്യുന്നതാണ്. അയാൾ കുറച്ച് വയലന്റ് ആയിരുന്നു ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് എന്നും കേട്ടിട്ടുണ്ട്. അത് അവിടെ ഒച്ച ശബ്ദം ബഹളമൊക്കെ കേട്ടു എന്ന് അയൽവക്കംകാർ പറയുന്നുണ്ട്. ഏതായാലും വളരെ ദുരൂഹമായ ഒരു പ്രവൃത്തിയാണ് ആ വീട്ടിലുണ്ടായത്. അതിന്റെ ഫലമായി പാവം പിടിച്ച ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞു കൊച്ച് അതിനെ വെള്ളത്തിലെടുത്ത് ഇടുകയും ചെയ്തു. ഇത് കേരളത്തിലുള്ള ആൾക്കാർ ശാസ്ത്രീയ ബോധം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസം കൊണ്ട് ഒരു പ്രയോജനം ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എത്ര
ആഭിചാരക്രിയയുടെ ഫലമായി എത്ര എത്ര പേരാണ് കേരളത്തിൽ കൊല്ലപ്പെടുന്നത്. ഇത് ഇത്രയും തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല കുടുംബത്തിലുണ്ടായിരുന്നവരായിരുന്നു ഇവര് പൂർവികരെന്നാണ് മനസ്സിലാകുന്നത്. അവരെല്ലാം ക്ഷയിച്ചു പോയി. ഇപ്പൊ ഈ വന്നു ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ അവരൊരു കൊലപാതകത്തിലേക്ക് വന്നിരിക്കുന്നു. ആരാണ് ഈ കുട്ടിയെ എടുത്ത് വെള്ളത്തിൽ ഇടാൻ പറഞ്ഞ എന്ന് ഇപ്പം വ്യക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ചെയ്ത പ്രവൃത്തി അരുകുമാർ ആണ്. അയാൾ പറയുകയും ചെയ്തു, ഞാൻ തന്നെയാണ് കൊച്ചിനെ ജീവനോടെ വെള്ളത്തിലെടുത്ത് ഇട്ടതെന്ന് പറയുന്നു. അതിന് തൊട്ടു മുമ്പ് അയാളുടെ ആ കട്ടിൽ കത്തിച്ചതും അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതായാലും ദുരൂഹമായ വളരെയധികം സ്റ്റേറ്റ്മെന്റുകൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്തുന്നുണ്ട്. ഏതായാലും യഥാർത്ഥ ട്രാക്കിൽ കൂടെ പോലീസ് സഞ്ചരിക്കുന്നു എന്നാണ് ഈ ഹരികുമാറിന്റെ അറസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് തന്നെയല്ല, ഹരികുമാർ തന്റെ സ്വന്തം സഹോദരിക്ക് അയച്ച മോശമായ ചില മെസ്സേജുകളുണ്ട്. അത് തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്ന സഹോദരിക്ക് നേരിട്ട് കാര്യം പറയാതെ മോശമായ മെസ്സേജ് അയക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഞാൻ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായിട്ടും ഒരു ആഭിചാര ക്രിയയുടെ ഭാഗമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.